Ladies and gentlemen, a round of applause to welcome the one and only, the all-time charming, the living legend, Sir Dr. Padma Bhushan Kamal Haasan Sir. A grand welcome to Kochi at the Forum Hall at the PVR for the Thug Life promotions. The trailer very soon. I want everyone to watch it together with Sir. രസമുണ്ട് കാര്യം മലയാളത്തിൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാം ബിക്കോസ് ദിസ് ഇസ് സർ കമൽ ഹാസൻ ഹിയർ. We will begin this grand evening കമൽ സാറിനോടൊപ്പം ഫുൾ ക്ലാസ് ആൻഡ് ക്രൂവിനോടൊപ്പം തഗ് ലൈഫിന്റെ ട്രെയിലർ നമ്മൾ ഒരുമിച്ച് കാണുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ കൊച്ചിയിലെ പ്രൊമോഷൻസ് തുടങ്ങിയാണ്. Let's have the trailer of Thug Life, ladies and gentlemen. Fifth to unveil what happens in Thug Life and what are the surprises which are getting unfold. Well, Rajkamal Films International with Madras Talkies, with Red Giant Movies brings you Thug Life to you. And in Kerala, ഇത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസ് ആണ്. അതിന്റെ സാരഥിയായ ഗോകുലൻ സാറ് ഫുൾ ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. So once again, I would like to give a huge round of applause for getting Thug Life to Kerala, getting Sir Kamal Haasan sir to Kerala, the whole crew to Kerala. We have Abrami here, we have Akshay Selvan over here, we have നമ്മുടെ സ്വന്തം ജോജു over here. ഒരു ഗംഭീര yes, the stage is set and then ഓരോരുത്തരായിട്ട് അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. The first one, the executive producer from Sri Gokulam Movies. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ഗോകുലം മൂവീസിന്റെ ഒരു പില്ലർ സ്ട്രെങ്ത് ആയിട്ട്, പില്ലർ സ്റ്റോൺ ആയിട്ട് ഫുൾ ടൈം ഉള്ള കൃഷ്ണമൂർത്തി സാറിനെയാണ് ഞാൻ ആദ്യമായിട്ട് ക്ഷണിക്കുന്നത്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഫ്രം ശ്രീ ഗോകുലം മൂവീസ്. റൗണ്ട് ഓഫ് അപ്ലോസ്. ഗോകുലം മൂവീസിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ നിന്ന ഒരു കൈയാണ് ശ്രീ കൃഷ്ണമൂർത്തി സാർ. ആൻഡ് നൗ ദ മാൻ, ദ മെയിൻ പേഴ്സൺ. തന്റെ പാഷൻ ബിസിനസ് ആയിരുന്നു എന്ന് നമ്മൾ വിചാരിച്ചപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ സിനിമയോടുള്ള സ്നേഹം വളരെ ആഴത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ബിസിനസ്സിലെ മൈൽ സ്റ്റോൺസുകൾ എല്ലാം അച്ചീവ് ചെയ്തതിനു ശേഷം തന്റെ പാഷനായിട്ട് ഒരു സിനിമ കമ്പനിയിലൂടെ വന്ന് ഇന്ന് മലയാളത്തിലെയും തമിഴിലെയും തെന്നിന്ത്യയിലെയും ഇന്ത്യൻ സിനിമയിലെയും തന്നെ ഒരു ഗ്രൂപ്പ് ഗോപാലൻ സർ. ഞാൻ സൂര്യകാവം മുതൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ. കാലം ഒരുപാട് കടന്നുപോയി, കുറെ നല്ല സിനിമകളിലൂടെ നമ്മുടെയൊക്കെ ഭാഗമായി. ഓമൈ കടവുള് അദ്ദേഹത്തിന്റെ നമ്മുടെ ഒരു ഫേവറേറ്റ് ആണ്. ലാലേട്ടന്റെ ഒരു സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പോർത്തുകളിൽ നിന്ന് ഈയിടയ്ക്ക് വളരെ സൂപ്പർഹിറ്റായ സിനിമയിൽ അദ്ദേഹം ഭാഗമാണ്. വൺ ഓഫ് ദ വെരി പ്രോമിസിംഗ് ആക്ടേഴ്സ് ഇൻ സൗത്ത് ഫിലിം, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ശ്രീ അശോക് സെൽവൻ. അടുത്തത് നമ്മുടെ നമ്മുടെ മലയാളത്തിൽ നിന്ന് പോയ ഒരു കുട്ടിയിൽ നിന്ന് വളരെ അധികാരത്തോടുകൂടി ആ ഒരു പ്രൗഡായിട്ട് തന്നെ പറയാം. പക്ഷെ അവരിലുള്ളൊരു യഥാർത്ഥ അഭിനേത്രിയെ നമ്മൾ എല്ലാവരും കണ്ടത് കമൽ സാറിന്റെ കൂടെ വിരുമാണ്ടിയിലാണ്. അഭിരാമിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഗംഭീര കൈയടി ഫോർ അഭിരാമി. ഇറ്റ്സ് ഗുഡ് ടു സീ ബൗൺസിംഗ് ബാക്ക് അഭിരാമി ഓൺ Thug Life. ഒരുപക്ഷെ എല്ലാവർക്കും സിനിമയിൽ സ്ട്രഗിൾസ് ഉണ്ടാവും. ഓരോരുത്തരുടെ സ്ട്രഗിളും പല കൈൻഡ് ഓഫ് സ്ട്രഗിൾസ് ആയിരിക്കും. പക്ഷെ ഒരു ചെറിയ ആർട്ടിസ്റ്റ് ആയിട്ട് നിന്ന് തുടങ്ങി ഞാൻ സിനിമയിലെ നിൽക്കുകയുള്ളൂ, ഞാൻ സിനിമയിൽ എന്തൊക്കെ വന്നാലും സർവൈവ് ചെയ്യുമെന്ന് കാണിച്ചിട്ട് ചെറിയ ക്യാരക്ടർ ആണെങ്കിലും വലിയ ക്യാരക്ടർ ആണെങ്കിലും കിട്ടുന്നതെല്ലാം ചെയ്ത് കൊടുത്ത മറുപേരാണ് അദ്ദേഹം. പേര് കമൽ ഹാസൻ. Ladies and gentlemen, a huge round of applause to welcome Sir Padma Bhushan Kamal Haasan sir to Kochi for the Thug Life promotions. So kindly be seated, sir. കൃഷ്ണമൂർത്തി, ഇവിടെ വന്നിട്ട് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു ഫാഷൻ സിനിമയാണ്. ആ സിനിമയിൽ പ്രത്യേകമായിട്ട് എനിക്ക് ആദ്യകാലത്തിലൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പിന്നെ ഈ സിനിമയിൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നല്ല സിനിമകൾ എത്തിക്കാനുള്ള ആഗ്രഹം എനിക്കുണ്ടായി. അന്ന് അത് ഉണ്ടായത് മാത്രമല്ല, ഞാനും തന്നെ കുറെ സിനിമകൾ എടുത്തു. ആ സിനിമയിലൊക്കെ എല്ലാ സിനിമയും എനിക്ക് എടുത്ത് പ്രദർശിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും നല്ല സിനിമകൾ എടുത്ത് കേരളത്തിൽ കൊണ്ടുവരണം എന്നൊരു ആഗ്രഹത്തിലാണ് ഇന്ന് ഈ ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. കമൽഹാസൻ തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമായ ഒരു വ്യക്തിയാണ്. കാരണം വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ മദ്രാസിൽ പരിചയപ്പെട്ട് ഞങ്ങൾ വളരെ ആരാധിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഞങ്ങളുടെ ഉടമയാണ്. അതായത് ഇത്ര നല്ല
ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. അത്രയും കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തിന് മണിക്കൂറുകളോളം ആ ജിമ്മിൽ ചെലവഴിക്കുമ്പോൾ ഞാൻ ആശ്ചര്യപ്പെടാറുണ്ടായിരുന്നു, ഇത് എങ്ങനെ സാധിക്കുമെന്നുള്ള. ഓരോ ആക്ഷൻ ചെയ്യുന്ന സമയത്തും ഞാനിങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. അത്ര നല്ല ഒരു ജിം. അതുകൊണ്ടാണ് ഇന്നും എൻ്റെ മകനെ പോലെ ഇരിക്കുന്നത് അദ്ദേഹം. മനസ്സിലായി, ഞങ്ങൾ ഒരുപോലെയായിരുന്നു. ഇന്ന് എൻ്റെ മകനെ പോലെ അദ്ദേഹമായി. അപ്പൊ അതിന്റെ കാരണം അതാണ്, അത് അധ്വാനത്തിൻ്റെയാണ്. നമ്മൾ എന്ത് ശ്രമിച്ചാലും എങ്ങനെയാണെന്ന് ശ്രമിച്ചാലും ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുമെന്നാണ്. അതാ ശരിയില്ല. ഇന്ന് ഒരു സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും നല്ല സിനിമ നന്നായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. പിന്നെ അഭിരാമി നിറയെ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ 2-3 പ്രാവശ്യം കണ്ടിട്ട് ഇന്നും എനിക്ക് എപ്പോൾ ഓർക്കുന്നുണ്ട് അവരുടെ പേര്. അതായത് കണ്ട ഉള്ളിൽ തന്നെ അഭിരാമി എന്ന് പറഞ്ഞു. പക്ഷെ അശോകനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. പക്ഷെ നല്ല ഭാവിയുള്ള ഒരു നടനായി ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്. പ്രിയമുള്ളവരെ, എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമകൾ എടുത്ത് എങ്ങനെ മലയാളികൾക്ക് എത്തിക്കുക എന്ന ഒരു ഉദ്ദേശം മാത്രമാണ് എനിക്കുള്ളത്. അതിന് നിങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Thank you so much, sir. Sri Ashok Selvan, few words. മനോഹരമായ കൊച്ചിനുക്കും കൊച്ചി ജനങ്ങൾക്കും നമസ്കാരം. I'm so happy to be here. Thug Life is എനിക്കൊരു ഭാഗ്യം മാത്രമല്ല, ഇതൊരു പഠനമാണ്. ഐ എം സോ ഫോർച്ചുനേറ്റ് ആൻഡ് ഗ്രേറ്റ്ഫുൾ. അതാണ് എനിക്ക് ടക്കുന്ന് വരുന്നത്. Grateful, இது ஒரு நல்லது நான் பண்ணியிருக்கணும் to be a part of this film and to just sit next to Kamal sir. I'm so happy. Gopalakrishnan sir, nice to meet you. And Jojo sir, நம்மளுக்கு காம்பினேஷன் சீன் இல்லை, இன்னொரு படம் மலையத்தில் கூப்பிடுங்க, இன்னும் பெட்டரான மலையில் கற்றுட்டு வரேன். அண்ட் Abhinay is my favorite and we don't have competition scenes either, and I hope to work with you in many films. And I'd like to thank Mani sir. First identify பண்ணி இந்த ரோலுக்கு நான் செட் ஆவேன், இவன் நடிப்பான்னு கூப்பிட்ட மணி சாருக்கு நன்றி. And again, Kamal sir is my guru, he is my mentor. தூரத்துலேருந்து கற்றுக்கிட்டு இருந்தேன், இப்போ பக்கத்தில் அவர் என்ன பண்ணுறாரு எல்லாமே கற்றுக்க ஒரு சான்ஸ் கிடச்சிருக்கு. ஒரு ஏக்கலைவன் மாதிரி தான், தூரத்தில் இருந்தேன். இப்போ ஐம் கெட்டிங் அ சான்ஸ் டு ஜஸ்ட் work with him and sit next to him. And Rahman sir, Sindhu sir, Trisha ma'am, இந்த எல்லாத்தோடையும் I'm just happy to be a part of the film. And இது ஒரு மொமெண்ட்டாக எடுத்துக்கிறேன். என்னோட போர் தொழில் இங்கே ரொம்ப நல்லா பண்ணுச்சு. நாங்கள் பெருசாக ப்ரொமோட் பண்ணல, பட் ஜஸ்ட் பை த வேர்ட் ஆஃப் மவுத் இட் டிட் ரியலி வெல். ஸோ அதுக்கு தேங்க்யூ. மலையாளம் ஆடியன்ஸ் வந்து எப்பவுமே ரொம்ப ഏറ്റവും റിഫൈൻഡ് ஆடியன்ஸ். ஸோ ஷார்ப்பான ஒரு பர்ஃபார்மன்ஸ்க்கும் ரைட்டிங்க்கும் நிறைய ரெஸ்பெக்ட் தர ஆடியன்ஸ். ஸோ ஐ ஹோப் உங்களுக்கு தக் லைஃபும் பிடிக்கும்னு. ஆல் த மாஸ்டர்ஸ் ஆஃப் ஒன்று சேர்ந்து குக் சம்திங், நானும் உங்களோட சேர்ந்து தான் அதை சாப்பிட்லான் இருக்கேன். ஸோ தேங்க்யூ ஃபார் எவ்ரி திங். ஐ லவ் யூ. தேங்க்யூ. தேங்க்யூ ஸோ மச் அசோக் சர்வன். அபிராமி. ഹലോ, എല്ലാവർക്കും നമസ്കാരം. വളരെയധികം അഭിമാനത്തോടുകൂടിയും കൃതാർത്ഥതയോടുകൂടിയാണ് ഞാൻ ഇവിടെ നിന്ന് ഇരിക്കുന്നത്. ഇത്രയും വലിയൊരു ക്യാൻവസിൽ നിർമ്മിക്കപ്പെട്ട ഒരു ബ്രഹ്മാണ്ഡമായ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിയുന്നത് ഏതൊരു ആക്ടറിനും ഒരു ഡ്രീം കം ട്രൂ തന്നെയാണ്. ആ ഡ്രീമിൽ ഞാനിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കമൽ സാർ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആണെന്നുള്ളത്, എൻ്റെ എസ്പെഷ്യലി കരിയറിൽ ഒരു വളരെ ചുരുക്ക സിനിമകൾ ചെയ്ത ഒരു സ്റ്റിൽ ന്യൂകമർ എന്ന് പറയാവുന്ന ഒരു കുട്ടിയെ വിളിച്ച് വിരുമാണ്ടി എന്ന് പറഞ്ഞൊരു എന്നേക്കും എനിക്ക് ചെറിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആദ്യം തന്നു. അത് കഴിഞ്ഞിട്ട് സിനിമ എന്തൊരു ബ്രേക്ക് എടുക്കാമെന്ന് പറഞ്ഞ് പഠിക്കാനൊക്കെ പോയി സിനിമയിൽ നിന്ന് വളരെ ദൂരത്ത് പോയ ഒരാളെ ഇല്ലല്ല, നീ തിരിച്ച് സിനിമയിൽ തന്നെ വരണം എന്ന് പറഞ്ഞ് തിരിച്ച് വിളിച്ചുകൊണ്ട് വന്ന് സാറിന്റെ തന്നെ വിശ്വരൂപം എന്ന് പറഞ്ഞ സിനിമയിൽ ഡബ്ബിങ്ങിന് വിളിച്ച് അതിനുശേഷം
എപ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഡബിങ്ങിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തരത്തിൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എപ്പോഴും എനിക്ക് ആ ഒരു ഡോർ തുറന്നു വെച്ചിരുന്നു സാറ്. അതിനുശേഷം ഇപ്പോൾ ഇതാ തഗ് ലൈഫ്, ഇതിൽ സാറ് മാത്രമല്ല സാറിൻ്റെ കൂടെ അഭിനയിക്കുന്നത് എനിക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. അതിനുപരി മണിരത്നം എന്ന് പറഞ്ഞ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡയറക്ടേഴ്സിലൊരാൾ, അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിയുന്നത്. AR റഹ്മാൻ സാറിൻ്റെ മ്യൂസിക്കൽ ഒരു നമ്മുടെ ഫേസ് സ്ക്രീനിൽ വരുമ്പോൾ അതിന് റഹ്മാൻ സാർ സംഗീതം പകരുക എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് എനിക്ക് ശരിക്കും ഇറ്റ് ഈസ് ലൈക്ക് ഡ്രീം കം ട്രൂ തന്നെയാണ്. അത് മാത്രമല്ല സിലംബരസൻ, ട്രിഷ, ജോജുവേട്ടൻ, അശോക്, ഇവരെല്ലാവരും ഇറ്റ്സ് എ വണ്ടർഫുൾ സ്റ്റാർ കാസ്റ്റ്. ഇതിനോടൊപ്പം ഞാനും ഉണ്ട് എന്നുള്ളത് തന്നെ എനിക്ക് വളരെയധികം ഒരു അഭിമാനം തോന്നുന്നു. പിന്നെ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ ജനങ്ങളുടെ, എൻ്റെ ജനങ്ങളുടെ കൂടെ ഈ ട്രെയിലർ പങ്കുവെക്കുന്നത് എനിക്ക് വളരെ സന്തോഷമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ്. ആൻഡ് ഗോപാലൻ സാർ, താങ്ക് യു സോ മച്ച്. സിനിമയ്ക്ക് താങ്കൾ ചെയ്യുന്നത് വളരെയധികം ഒരു ഇറ്റ്സ് എ വണ്ടർഫുൾ തിങ്. താങ്ക് യു സോ മച്ച് ഫോർ പ്രൊമോട്ടിംഗ് ലവ്ലി സിനിമ ഓൾവേസ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ഓൾ ഓഫ് അസ്. ആൻഡ് ട്രെയിലർ എല്ലാവരും കണ്ടില്ലേ? പടം നമുക്ക് പൊളിക്കണ്ടേ? അപ്പൊ June 5th എല്ലാവരും തിയേറ്ററിലേക്ക് വരിക, കുടുംബസമേതം വരിക, പിന്നെയും വരിക. ഒരു പ്രാവശ്യം കണ്ടാൽ മതിയാവില്ല. സോ പിന്നെയും വന്ന് അടിപൊളി സിനിമയായിരിക്കും, കണ്ട് രസിക്കാം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എന്നെ കുറിച്ച് തന്നെ എന്നെ പരിചയപ്പെടുത്തുന്ന ഞാനില്ല, എന്നാലും തുടക്കത്തിൽ രാജേഷ് പറഞ്ഞു ഞാൻ ഒരുപാട് സ്ട്രഗിളിലൂടെ വന്ന ആളാണെന്ന്. അത്തരം ഒരുപാട്, അത് സത്യമാണ്. അതിനെല്ലാം ഒരു ഫുൾഫിൽനെസ് കിട്ടുകയല്ലേ, നമുക്കൊരു തൃപ്തി കിട്ടുന്ന മൊമെന്റാണിത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഇത് സ്വപ്നമാണോ സത്യമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ എന്താ പറയാ, ഭയങ്കര ഭാഗ്യം. മണിസാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു, അതും മണിസാറും കമൽ സാറും വർക്ക് ചെയ്യുന്നു. കമൽ സാറിനെ ദൂരത്തുനിന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളാണ്. പൊന്നിയിൽ സെൽവന്റെ ഒരു ഫംഗ്ഷന് മണിസാറെ വിളിച്ചിട്ട് ഞാൻ പോയപ്പോ സാറിന് ക്ഷയിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് പറ്റിയില്ല. അതിനുശേഷമാണ് ഈ പടത്തിന് ഞാൻ വരുന്നത് പറ്റി. അത് എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫുൾഫിൽനെസ് എന്ന് പറയില്ലേ, തൃപ്തി. എനിക്കൊരു തൃപ്തി എന്നതാണ് ഈ മൊമെന്റ്. ദൈവത്തിന് നന്ദി. താങ്ക് യു. അതുപോലെ ഗോപാലൻ സാർ, താങ്ക് യു സാറ്. നമ്മൾക്ക് തരുന്ന സപ്പോർട്ട് ഭയങ്കരമാണ്. അതിനും നന്ദി. കൂടെയുള്ള അശോകായാലും എല്ലാവരും സുഹൃത്തുക്കളാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ അഭിനയിച്ചിട്ടില്ല. പക്ഷെ ഈ സിനിമ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം രവി കെ ചന്ദ്രൻ, മണിരത്നം, അതുപോലെ കമൽഹാസൻ, അത് ഇവിടെ വരുന്നൊരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഇങ്ങനെ പ്രമോട്ട് ചെയ്തില്ലെങ്കിൽ പോലും അത് നമ്മൾ കൊണ്ടാടുമോ. താങ്ക് യു സർ. തീർച്ചയായിട്ടും ഇനി നമ്മളെല്ലാം കാത്തിരിക്കുന്ന ആ ശബ്ദം ഈ മൈക്കുകളിൽ കൂടെ കേൾക്കാനാണ്. The one and only, the living legend, now representing Thug Life, Dr. Padma Bhushan Kamal Hassan sir. എല്ലാവർക്കും നമസ്കാരം. ഇത് തഗ് ലൈഫ് നമസ്കാരം പറഞ്ഞാൽ മതി, വന്നത് കാണുക, വെറുതെ വാദ്യം അടിക്കേണ്ട. മണി സാറ് എല്ലാം കാണിച്ചിട്ടുണ്ട് ഇതില്. സോ ഐ എം ഹാപ്പി. ഐ എം ഓൾവേസ് ഹാപ്പി whenever I come to Kerala, especially Cochin. അപ്പോൾ നിങ്ങളിൽ ചിലർ വിചാരിക്കും കേരള വരുമ്പോഴെല്ലാം പറയും, ഞാൻ തമിഴ്നാട്ടിലും ഇത് പറയും, ആന്ധ്രയിലും പറയും, അനുപമ ചോപ്ര ഇന്റർവ്യൂവിലും പറയും. കാരണം ഇത് ഞാനൊരു ഹീറോ ആയിട്ട് ജനിച്ച ഭൂമി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് ഇവിടെ നിന്നാണ്. സോ ഇത് സ്വന്തം വീട്ടിൽ ഞാൻ തിരിച്ചു വരികയാണെന്നുള്ളതാണ് എൻ്റെ ധാരണ. എപ്പോ വന്നാലും ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഇന്ന് വീണ്ടും അത് പറഞ്ഞു, റിട്ടയർമെന്റ് എന്ന് എന്തെങ്കിലും ആലോചിക്കുന്നതാണോ? അപ്പൊ ഞാൻ ചത്തുപോയെന്ന് അർത്ഥം. അതുകൊണ്ട് എനിക്ക് ഒരു സ്പോട്ട് റിലാക്സ് ചെയ്യാൻ വേണമെങ്കിൽ അത് കേരളം തന്നെയാണ് എനിക്ക്. ഐ എം എ ഗോഡ്ലെസ് മാൻ, ബട്ട് സ്റ്റിൽ ഐ ലൈക്ക് ദിസ് കൺട്രി. And I'm happy that most of my friends in the early period of my career
ഇവിടുന്ന് എനിക്ക് കിട്ടിയത്. ബ്രദറെ പോലെ ഒരു MG സോമനും സുരാജും, അത് എങ്ങനെ സാർ നിങ്ങൾ ഓർത്ത് പറഞ്ഞത്? അത് എപ്പോഴും എൻ്റെ ചിന്തയിലുള്ളവരാണ് അവര്. അത് ഇവിടെയാണ് എനിക്കെല്ലാം. ഐ ഗ്രൂ അപ്പ് in Kerala and in Mr. Balachandra's shadow. For me, this is one state, that's another state. That is, Mr. Balachandra himself is a state for me. So that's where I learned my craft. So ആ നന്ദി കാണിക്കുന്നത് is not for publicity. ഇദ്ദേഹം പറഞ്ഞ ആ തൃപ്തി, like me, he has great appetite. അങ്ങനെ appetite ഉള്ള ഒരു തൃപ്തി എന്ന് പറയുന്നത് കേൾക്കണം, വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അത്. സോ പഠനമാണ്. ആൻഡ് വി ഹാവ് മെനി ഇന്റലിജന്റ് പീപ്പിൾ. ജീനിയസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാറില്ല ഞാൻ, ബിക്കോസ് അത് ഒരു ലോൺലി ഐലൻഡായി പോകും. ദേ ആർ വെരി ഇന്റലിജന്റ് പീപ്പിൾ ആൻഡ് ദേ വാണ്ട് ടു ബി വിത്ത് യു. ഡോണ്ട് സെപ്പറേറ്റ് ദം ബൈ കാളിംഗ് ദം ജീനിയസ്, ബിക്കോസ് ദർ ആർ മെനി ജീനിയസ് ഇൻ കേരള ഓൾസോ, ബട്ട് ഡോണ്ട് കാൾ ദം ദാറ്റ്. Keep them with you and celebrate them. And അത് പഠിപ്പിക്കേണ്ട കാര്യമില്ല. They know they have fans but not fanatics. I know that. And I learned some good habits from Kerala, bad habits too. അത് എവിടെയും പഠിക്കാം. But I am so happy that they still remember me. I'm not talking about age. Whatever age I am, ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ മറന്നു. അദ്ദേഹം ആ പേരെന്നാ എന്നേ ചോദിക്കാറുള്ളൂ. So, but you still remember me. I'm very grateful. I'm talking to those who are not there in this auditorium. I'm talking to those who are much older than me, much younger than me. I'm grateful. ഇത് ഒരു സ്റ്റേജ് സവിനയം അല്ല. And this is a thank you that I can continue saying for many more years. And I want to visit Kerala with my art as often as possible. And probably do a film. സിനിമയ്ക്ക് ഭാഷയില്ല, എന്നാലും മലയാളത്തിൽ ഒരു ചിത്രം ചെയ്യണം. And I know that your taste for variety is excellent. And I still keep watching films. Sometimes I'm invited, like Joju invited me, and I enjoyed, and I saw some great talents in that film, apart from Joju himself. So, and you will see that kind of performance, all of them. I mean, അവരെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, അത് നിങ്ങൾക്കറിയാം. Anybody who's seen Gurumandi will know what kind of a talent she is. And I'm happy that I cast her in that film. Of course, I thought it was all my work, that I chose Abhinami, but who's to perform? Choose her. She's not clay. She's already a sculpted piece that I put for a showcase. And I'm happy, all of them in the film, Nazar Bhai Manulya. But look at their performances and Nazar, STR. What is that? I'm so happy because STR, even as a child, was called a star. Now he's going to rise. And my basic qualification is, ഞാൻ ഒരു ഓഡിയൻസ് ആണ്, പ്രേക്ഷകൻ. That is where I see everything from. So when somebody does a better performance than me, the first man to appreciate is the audience in me. And the second man will always be jealous because he's a star. This Prakshakan and the Kalagaran in me is what has brought me to you today here. And I'd like to continue this journey with you. As always, just keep my back so that I can stride forward without even on steep slopes. Thank you. Thank you so much, sir. And we can tell that, and we are with you throughout. We want more films, more combos like this. We want Sir Kamal Hassan with us forever.
Well, നമ്മളിപ്പം ഇത് പ്രസിലും മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഫോറം ഇസ് ബീങ് ഓപ്പൺ ഫോർ ദ നെക്സ്റ്റ് 15 minutes. സോ തക് ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുക. ആൻഡ് ദിസ് ഇസ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് വിത്ത് ദ ലെജൻഡ് ആൻഡ് ദ കാസ്റ്റ് ആൻഡ് ക്രൂ ഓഫ് തക് ലൈഫ്. സോ ഇറ്റ്സ് ഓപ്പൺ ടു യു ഓൾ. സർ ഹലോ സർ നമസ്കാരം. ആദ്യം കൈ ഒന്ന് ബുക്ക് ജസ്റ്റ് ഒന്ന് എവിടെ ഇവിടെ സർ. ഓക്കെ. ആദ്യം തക് ലൈഫ് ടീമില് ഈ കേരളത്തിൽ കൊച്ചിയിലെത്തിയതിന് ആദ്യം അഭിനന്ദനം ഞങ്ങൾ പറയുകയാണ്. ഈ സിനിമ ഇവിടെ എത്തിച്ച ഗോപാലൻ ചേട്ടന് ഒത്തിരി നന്ദി. നിങ്ങളാണ് ഇവിടെ സിനിമകൾ എത്തിക്കുന്നത്. സാർ 37 വർഷങ്ങളായി, 37 വർഷം മണിരത്നം സാറുമായിട്ട് വീണ്ടും ഒന്നിക്കുമ്പോൾ മലയാളികളായ ഞങ്ങൾ താങ്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ഈ കുടുംബത്തിലേക്ക്. ഞങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു സാർ ഈ സിനിമയിൽ നിന്നും? പ്രതീക്ഷിക്കാത്തതെല്ലാം മാസ്റ്റർ സ്ട്രോക്ക്. പ്രതീക്ഷിക്കാത്തതെല്ലാം. അതെ. എങ്കിലും ഈവൻ വി ആർ സർപ്രൈസ്. ആ സീൻ വായിക്കുമ്പോ വിൽ ബി സർപ്രൈസ്. ഞാൻ എഴുതി കൊടുത്ത സീനല്ല മണി ഷൂട്ട് ചെയ്തത്. മണി സാർ ഷൂട്ട് ചെയ്തത് ഈ ട്വിസ്റ്റഡ് ഇട്ട് അറൗണ്ട്, ഈ എംബ്രോയിഡറി ആണ്. എന്റെ റൈറ്റിംഗ് തന്നെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ദാറ്റ്സ് കൊളാബറേഷൻ. And that's what he has done. And Rahman is there. And array of talents of various people. Ravi K. Chandran. He is stuck here, and I'm happy he's stuck here because he belongs in international cinema. And that's what I tried to do with him with Marudanayagam. It didn't happen because. പിന്നെ അത് നടന്നിരുന്നാൽ വി വോണ്ട് ഹാവ് രവി കെ ചന്ദ്രൻ വർക്കിംഗ് ഇൻ ഇന്ത്യ. അങ്ങനെ ഒരു ടെക്നീഷ്യനാണ്. സൗണ്ട് ഇസ് മിക്സ്ഡ് ബൈ ക്രേഗ് ഹു ഡിഡ് Whiplash and won an Oscar. Oh my God. And it was my pride is after being part of this film is that this film was mixed in my brand new studio. So ഇവിടെ സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും because I am also responsible. And even the assistant directors, small characters and the singers in the film, ഞാനും ഒരാളാണ് voice ഒക്കെ കൊടുത്തിട്ടുണ്ട്. But there are some excellent singers of sung in this film. And I've written a song, Shivanand has written a song. He has brought in many old and new talents together, and that's Mr. Maniratnam. I've been waiting for it, and they asked me why you're waiting. All I can say is that, why did you wait this long? All I can say is that we are sorry. We really are sorry. We missed the opportunity more than you. So I'm here. And any more questions? Yeah, please. കമൽ സാറിന്റെ ഫ്രണ്ട് Yeah, okay. ഈ കമൽഹാസന്റെ ബിഗ്ഗസ്റ്റ് ഫാനും ബിഗ്ഗസ്റ്റ് ക്രിട്ടിക്കും കമൽഹാസൻ തന്നെയാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ടു സാറ്റിസ്ഫൈ ദാറ്റ് ഫാൻ ഭയങ്കര എളുപ്പമാണോ? ഫാന് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എളുപ്പമാണ്. ബിക്കോസ് ഈ റെഡി ടു അപ്രീഷിയേറ്റ്. ക്രിട്ടിക് അങ്ങനെയല്ല, ബഹുമാനത്തോടു കൂടി കേൾക്കണം. അത് ഞാൻ ഐ ലെറ്റ് ഗോ ഓഫ് ദ ക്രിട്ടിക് ഫസ്റ്റ്. കമൽഹാസന്റെ ഫാനാന്ന് വൈകില്ല. ഫസ്റ്റ് ഐ കീപ് ഹിം ഇൻ ദ സെറ്റ് വിത്ത് മീ. ദെൻ എന്റെ കൂടെ കമൽഹാസന്റെ ഫാനായിട്ട് നിൽക്കാൻ ഒരുപാട് പേരുണ്ട്. ഐ ആം ദ ലീസ്റ്റ് ദാറ്റ്. ആൻഡ് സോ യെസ്, ഇറ്റ് കണ്ടിന്യൂസ്. ആൻഡ് ഐ റെസ്പെക്ട് ദ ക്രിട്ടിക് മോർ ദാൻ ദിസ് ഫാൻ. This fan and that critic are very important. കമൽ സാർ, Yes. സാർ വളരെയധികം ഗാന്ധിജിനെ ഫോളോ ചെയ്യുന്ന ആളാണ്. ഹൗസ് ഓഫ് ഖാദർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെ ഉണ്ട്. ഗാന്ധിജിയെ വളരെയധികം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഹൗസ് ഓഫ് ഖാദർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് ഗാന്ധിജിയെ പറ്റി ഒരിക്കലും അറിയാത്ത കാര്യങ്ങൾ ഹെയറാമിലൂടെ പറഞ്ഞു തന്ന ആളാണ്. ആൻഡ് ഹി സ്റ്റുഡ് ഫോർ നോൺ വയലൻസ്. പക്ഷേ വിക്രമായാലും തഗ് ലൈഫ് ആയാലും അതിന്റെ സ്റ്റോറിയുടെ ബിഗിനിങ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ക്രക്സ് എന്ന് പറയുന്നത് മണിസാർക്ക് കിട്ടുന്നത് കമൽഹാസൻ സാറിൽ നിന്നാണ്. വിക്രമിലെ ക്രക്സ് ലോകേഷിന് കിട്ടുന്നതും കമൽഹാസൻ സാർ വഴിയാണ്. അതിന്റെ രണ്ടിലും ഉള്ളത് വയലൻസ് ആണ്.
സോ ആസ് എ ക്രിയേറ്റർ ആ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും എപ്പോഴും. ഗാന്ധിയുടെ ചിന്തയിൽ വയലൻസ് ഇല്ലാതിരുന്നിരിക്കാം, പക്ഷെ ജീവിതത്തിൽ അങ്ങനെ കഴിയാൻ പറ്റില്ല. There will be violence. How you confront it? With what kind of valor? Gandhiji's valor is the highest valor because the height of valor is ahimsa. And he has shown it. So why do you use the valor? Because the world is violent. How do you combat it? Not with another sword. That's what he has taught many people. I'm just the least of them. Martin Luther King, Mandela, they all are fans of Gandhiji. And I'm another 4 generations later I came by. I'm his great grandson. Now I'm yet to become great, but I'm a grandson. കമൽ സർ ചോദിച്ചോളൂ. ഇവിടെ ഓക്കെ. വീണ്ടും ഒരിക്കൽ കൂടി താങ്ക് യു പറയാണ്. ഒരുപടി നല്ല സിനിമകളുമായിട്ട് മലയാളത്തിലെ ഓഡിയൻസിനെ ഇങ്ങനെ നേരിട്ട് കാണാൻ വരുന്നതിന് താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ മലയാളികളുടെ സഹാര അഹങ്കാരമായ ലാലേട്ടന്റെ പിറന്നാളാണെന്ന്. നിങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഓറയുണ്ടെന്ന് അറിയാം. ലാലേട്ടന് വേണ്ടിയിട്ട് 2 വാക്കുകൾ പറയും. I just spoke to him. Vardhamamba. I didn't know he was my Aliyan. I was very happy to call him Aliya. I thought he was my. So I told him, Aliyanaye parayillo, valare sandosham. So I just spoke to him and I wished him happy birthday. Yes. Next one. ചോദിച്ചോളൂ. So before asking the question, I need to tell you this. 10 വർഷം കഴിയുമ്പോൾ നമ്മൾ പലരെയും മറക്കുമായിരിക്കും, പക്ഷെ ഉലകനായകനെ 100 വർഷം കഴിഞ്ഞാലും നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല. ആൻഡ് മൈ ക്വസ്റ്റ്യൻ ഈസ്, ഇപ്പം തഗ് ലൈഫിന്റെ അനൗൺസ്മെന്റ് ടീസർ ഇറങ്ങിയപ്പോൾ അതിൽ തന്നെ ഒരു മാജിക് ഉണ്ട്. അതായത് ആ റിവേഴ്സ് ഡയലോഗ്, അത് ശരിക്കും ആരുടെ ഐഡിയ ആണ്, അല്ലെങ്കിൽ അതിന്റെ ബിഹൈൻഡിലുള്ള കാര്യങ്ങൾ പറയുമോ? അല്ല, ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കുമുള്ള സാധാരണ ഹ്യൂബ്രിസ് ഉള്ള ആർട്ടിസ്റ്റ് പോലെ ആവും ഞങ്ങൾ. For us, the true hero for us is cinema itself. So ബാക്കിയെല്ലാം സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആണ്, including the lead role man. Cinema needs good actors. അത്രേ ഉള്ളൂ. We call him hero. Who's a hero? Today we call somebody a hero. Tomorrow we realize he's a villain in any field. So that's what it is. And I hope you remember me for another 100 years without any negative comments. Then it will be a good life. സാർ, നിങ്ങളുടെ ജോജിച്ചൂടെ തിരിച്ചു ഞങ്ങൾക്ക് എന്നും വേണം കേരളത്തിലേക്ക്. സംശയമാണ്, കുറച്ച് സംശയമുണ്ട്. തിരിച്ച് കൊടുക്കില്ല. ഞങ്ങൾ അങ്ങനെ കുറെ പേരെ അങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. നാഗേഷ് തിരിച്ച് കർണാടക പോകാൻ കഴിയില്ല. സരോജാദേവി ഞങ്ങളുടെ ആളാണ്. ഇപ്പോ ജോജുവും അങ്ങനെ ആയിപ്പോവും. ദറ്റ് ഇസ് മൈ ഭാവിയിൽ അങ്ങനെ ആവും. ഹലോ കമൽ സർ. ഹലോ, ഇവിടെ ചാണക്യൻ മദനോത്സവം പോലത്തെ സിനിമ ഇനി എപ്പോഴാണ് പ്രതീക്ഷിക്കാൻ നമുക്ക് മലയാളത്തില്? ചാണക്യൻ മദനോത്സവം പോലത്തെ മൂവീസ് ഉണ്ടായിരുന്നല്ലോ മലയാളത്തിൽ ചെയ്ത, അതുപോലത്തെ ഇനി ഇപ്പൊ ഒരു മലയാള സിനിമ എപ്പോഴാണ് പ്രതീക്ഷിക്കുക സാറിന്റെ? അതുപോലെയാണ്. വയസ്സ് എത്രയായി? മദനോത്സവം ചെയ്യാൻ പറ്റുമോ? അത് വേറെ മാറി. ഇതിൽ കുറെ ഉത്സവമുണ്ട്. I will always come. സർ, ഞാൻ മുമ്പ് കേട്ടിട്ടുള്ള അദ്ദേഹം ചെയ്ത നേക്കഡ് പ്രേ എന്ന് പറഞ്ഞ ഒരു ഹോളിവുഡ് സിനിമയെ ഇൻസ്പയർ ചെയ്തിട്ടാണ് അദ്ദേഹം അപ്പോൾ കലക്ട് ചെയ്തത്. അപ്പോൾ സാർ തന്നെയായിരുന്നു ആക്ടറും സാർ തന്നെയായിരുന്നു ഡയറക്ടറും. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. സാർ എങ്ങനെയാണ് ആ കഴുകനെ ട്രെയിൻ ചെയ്തത്? ഞാൻ ചെയ്തല്ലോ, അതിനാളുണ്ട്. That is what I say, that there are people to do. This is a very democratic art. ഞാൻ ചെയ്തതാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. മണിസാറിന്റെ പേര് പറയാതെ വഴിയില്ല.
അതാണ്. So, saying Mel Gibson did Apocalypse nearly 6 or 7 years later, maybe more, I don't remember. Then the first thing was Ravi K. Chandran said, "Nammude shot kando," he said. Illa kandile poi kaanuka. I was in America. Then I went and saw there were some similar shots. I was happy to think like those people, like my brothers. That's what makes us brothers. He might have another political angle to him. I forgive him for that. He's my brother. And we both were thinking on the same terms. And Maradanayagan is our man. I picked it up from a hidden history book. History, we have just swiped it aside or rewritten it. Maradanayagan is the man who really thought of this as an independent country against the British. But he was violent. He didn't win. Then came another person with another name from another religion, and he did it without violence, and that's Gandhi. I supposed to say about Thug life. And in India, there is an untold story about the Thug gang. And this is story being connected with the... No, because this word has become a common use. Like the father calling the son rascal, that's not the rascal of 18th century. But then rascal means he won't be able to move easily in the society. So അതുപോലെ Thug life, especially when Tupac, the rapper, he made it popular, Thug life. And his life was that of a thug also, apart from being a great artist. So that's where he popularized it. We took the title. ഇപ്പൊ നേരത്തെ പറഞ്ഞായിരുന്നു മലയാള സിനിമ ഒന്നും കൂടെ ഇനിയും അഭിനയിക്കണമെന്ന് പറഞ്ഞു. അത് ഗോപാലൻ ചേട്ടൻ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യോ, ജോയിച്ചേട്ടൻ എല്ലാം കൂടി ഒരു പടം ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ. അല്ലല്ല, അത് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ചോദിച്ചു കഴിഞ്ഞു. അദ്ദേഹം ചെയ്തേ നോക്കൂ, രാജ് കമലും കൂടെ ഉണ്ടാവും. സോ ദിസ് will happen, but I have always എപ്പോഴും പറയാറുണ്ട് ഞാൻ, I want to take the best way to do it is ബഡ്ജറ്റില്ല സാറേ, മലയാളത്തിന് അത്ര ബഡ്ജറ്റില്ല, അപ്പൊ മേക്ക് എ ഡബിൾ വെർഷൻ. നമ്മള് സഹോദരന്മാരാണ്. കമ്പരാമായണം വാസ് ഇനോഗ്രേറ്റഡ് ഇൻ ട്രിവാൻഡ്രം. We are speaking different dialects now, and Malayalam has got literature now over the 1,000 years. We are all, when you do PhD in Malayalam, you will automatically touch Tamil. We are brothers historically. So I want to make a double version so that then when a pan-India status, it will not stay as a double version. It will become an international version. That's what I want to do. That's what I've been thinking about. So the summary, one final question. There is സംസാരിക്കാതെ ചോദിക്കാം. ഒരാൾ സംസാരിക്കാതെ ചോദിക്കാം. അല്ല, ആരുടെ കയ്യില മൈക്കുള്ള? തഗ് ലൈഫിന്റെ ഇന്റർവ്യൂവിന്റെ സമയത്ത് സാറ് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ജുനൈസിന്റെയും സാഗറിന്റെ ആക്ടിങ് കണ്ടിട്ട് സാറ് അതിനകത്ത് ജീവിക്കുകയായിരുന്നു എന്നുള്ളതിൽ പറഞ്ഞിരുന്നു. അത് സാറ് തന്നെ പറഞ്ഞിരുന്നു, പണി സിനിമ കണ്ടിട്ട് സിനിമ കണ്ടിട്ട് ജുനൈസിന്റെ സാഗറിന്റെയും ആക്ടിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ മലയാള സിനിമയിലെ പുതുമുഖ നടന്മാരെ കുറിച്ചിട്ടും അതുപോലെ ആക്ടേഴ്സിനെ കുറിച്ചിട്ടും ടെക്നീഷ്യന്മാരെ കുറിച്ചിട്ട് സാറിന് എന്താണ് പറയാനുള്ളത്? Let me tell you, don't publicize it too much because people will get jealous. 60% of cinematographers in Indian cinema might be 50, but 60 is my estimation, are Malayalis. And there are more coming. And Kerala is preparing to produce more. I want to be part of that revolution. I want to be there to see it at least, not use it. This is not a Uber. We are building a highway. So that I want to see. I'll talk to your government, our government, and I'll ask them, give my ideas. They think it is good. We will meet in a lab that will become international. Beautiful. Thank you so much, sir. We are calling it, excuse me,
താങ്ക് യു സോ മച്ച്. എനിക്കൊരു ഓരോ ക്വസ്റ്റ്യനും ഉള്ള സാറിന്റെ ഓരോ മറുപടി ഇസ് ലൈക്ക് അത് തന്നെ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. എവറി സിംഗിൾ answer, reply to your questions is like very nice, very solid. A huge round of applause for one and only Kamal Haasan sir. We will have a picture of the whole team. I would also like to kindly come over. We had through Dream Big Films, Sri Gokulam Movies is presenting this, and we'll have a picture with the whole team. Media can take the picture with Kamal sir, Ashok Selvan, Abhirami, Jojo, Gogalan sir, Krishnamurthy sir. To team Thug Life. Yeah, I'll join for a picture. Thank you so much. And now we will have an event at downstairs of the forum hall. Sir.